ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫാനിൽ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ഇറാനിലെ ഖോമിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിലെ ഹോളോണിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ചു. ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖോമിലെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ സയ്യിദ് ഇസാദി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ കട്സ് അവകാശപ്പെട്ടു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിന് സായുധ സന്നാഹമൊരുക്കിയത് ഇസാദി ആയിരുന്നുവെന്നും കട്സ് ആരോപിച്ചു. ഖോമിലെ ബഹുനില വാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രയേലിക്ക് ഇന്ന് രാവിലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹോളോണിൽ ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇറാനിലേക്ക് പുതിയ ആക്രമണങ്ങൾ ആരംഭിക്കുകയാണെന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ആക്രമണമുണ്ടായത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ 639 പേരും ഇസ്രായേലിൽ 25 പേരും മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.